പാതാളത്തിലേക്ക് ഇറങ്ങി പോണ പോലെയുള്ള കടവാണത്. ചൂടാനുള്ള സംഭവം അവര് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവനെ അണപ്പിച്ച് വേണം സംഭവം കരയ്ക്ക് കയറ്റാനായിട്ട്. വാവ്, നമ്മുടെ പാൻ്റെ പുറത്തായിട്ടല്ല മുഴുത്ത മീനായിട്ട്. ഹായ് സുഹൃത്തുക്കളെ, അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ പരിപാടി ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ? ഇന്നത്തെ പരിപാടി നമ്മൾ പുഴയിൽ പോയി മീൻ പിടിച്ച് കുക്ക് ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ പരിപാടി അതാണ് പരിപാടി. അപ്പൊ നമ്മൾ പുഴയിൽ പോയി മീൻ പിടിച്ച് കുക്ക് ചെയ്യുന്ന പരിപാടിയാണ്. കുറച്ച് കപ്പയൊക്കെ പുഴുങ്ങി ചെയ്യാന്നോർത്തോണ്ടാണ് നമ്മൾ പോകുന്നത്. പുഴയിലല്ലേ മീൻ കിടക്കണേ, കിട്ടുമല്ലോ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കാന്താരി ഉള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. $500 ഫുൾ ടാങ്ക് അടിക്കാൻ പറയാ കുഞ്ഞാ. 500 ഓക്കെ. ജ്യൂസ് എങ്ങനെയുണ്ട്? സൂപ്പർ, അടിപൊളി. അപ്പോൾ ജ്യൂസൊക്കെ കുടിച്ച് 2 എണ്ണം ഇരിക്കുകയാണ്. എന്താണെങ്കിലും നമുക്ക് യാത്ര തുടരാം. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ മീൻ പിടിക്കുന്ന സ്ഥലത്ത് എത്തും. അവിടെ കൂട്ടുകാരന്മാർ നോക്കിയിരിപ്പുണ്ട്. അപ്പോൾ ഓക്കെ, നല്ല ജ്യൂസായിരുന്നു കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ ആക്കാം, പിന്നെ കാണാം. അപ്പോൾ അത് നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ചൂണ്ടയും കാര്യങ്ങളൊക്കെ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് നമുക്കിനി ഇവിടുന്ന് കാണുന്നതാണ് പുഴ. ആ പുഴയിലേക്ക് എത്തണം. കുറച്ച് സാധനങ്ങളും ഗ്യാസും സംഭവം കാര്യങ്ങളൊക്കെ ഇറക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കൂട്ടുകാരന്മാരവിടെ ഉണ്ടെന്ന് നോക്കട്ടെ. അവർ കുറേ നേരമായിട്ടോ ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട്. നമ്മളവിടുന്ന് പോന്നപ്പം 2 മണിക്കൂർ എടുത്ത് താമസിച്ചു. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതാണല്ലോ നമുക്ക് സൈറ്റിലേക്ക് ഇറങ്ങാം. ചൂണ്ടയൊക്കെ എടുക്കട്ടെ. ചൂണ്ടയൊക്കെ അവരുടെ കയ്യിലുണ്ട്. കാര്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ഇഷ്ടം വരെ ചൂണ്ടിരിക്കുകയാണ്. ഇനിയും സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട്. മഞ്ജുവാണെങ്കിൽ ഇതേ ഒരു കയറി താമസത്തിനുള്ള സാധനമൊക്കെ ആയിട്ടാണ് വന്നേക്കണം കേട്ടോ. ഒരു കയറി താമസം. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് താമസിച്ച് തിരിച്ചു പോയാലും കുഴപ്പമില്ല. ഇവിടെ താമസിക്കാനുള്ള സംവിധാനം കാര്യങ്ങളെല്ലാം ആയിട്ടാണ് അവൾ എത്തിയേക്കുന്നത്. പാതാളത്തിലേക്ക് ഇറങ്ങി പോണ പോലെയുള്ള കടവാണത്. ഓ അതെ, നമ്മുടെ കൂട്ടുകാരനത്തുണ്ട്. കുഞ്ഞാ, ആ അങ്കിളിൻ്റെ കൂടെ കുടിക്കോ. ഇതങ്ങ് കൊടുത്തടി, ഈ ബക്കറ്റും വെച്ച്. മണി അടിക്കണ്ടല്ലോ, മണിയൊക്കെ വെച്ചിട്ടുണ്ടോ? ഇന്ന് താഴേക്ക് ഇറങ്ങാൻ പറഞ്ഞില്ല. അതിമനോഹരമായ പുഴയുടെ സൈഡിലാണ് ഇനി നമ്മുടെ അംഗം. ഇതേ പുതിയൊരാളും കൂടെ ഉണ്ട്. ചേട്ടാ, പേര് പറഞ്ഞേ? പ്രമോദ്. എടാ, നിന്റെ പേരെന്ന് പറഞ്ഞാൽ മറന്നുപോയല്ലോ. ഇത് അടിപൊളി അടിപൊളി സ്പോട്ടാണ് കേട്ടോ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ എപ്പോഴും തണലായിരിക്കും. അമ്മയും മോനും സെറ്റായിട്ടോ ഇവിടെ. അതെ, അടിപൊളി സ്പോട്ടാട്ടോ. അടിപൊളി സ്പോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സീനറി ആട്ടോ ഇവിടെ. മെയിനായിട്ട് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ മടുക്കൂല. ചൂണ്ടിടാൻ വന്നു കഴിഞ്ഞാൽ മീൻ കിട്ടിയില്ലെങ്കിലും മടുക്കത്തില്ല ഇവിടെ വന്ന്. അപ്പോൾ നമ്മൾ ഗ്യാസ് ഊറ്റി അടുപ്പും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. മഞ്ജു കപ്പ റെഡിയാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. നമ്മുടെ അടിമാലി ഭാഗത്തുള്ള കപ്പയാണെങ്കിൽ നല്ല 100 നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. പക്ഷേ ഈ കപ്പ എങ്ങനെയാണെന്ന് അറിയില്ല, കയ്പുണ്ടോന്നൊന്നും അറിയില്ല. നമ്മൾ മൂവാറ്റുപുഴയിൽ നിന്ന് തന്നെ മേടിച്ചാണ് ഇത്. നമ്മൾ കൊത്തി നുറുക്കല്ല വേവിക്കണേ. കയ്പുണ്ടോടി? കയ്പില്ലേ? അപ്പം നല്ല കപ്പയാണ്. നമ്മളിത് കൊത്തി നുറുക്കിയാണ് മേടിക്കുന്നത്, അതോ ചെണ്ടം കപ്പയാണോ? അവർ ഒരുപാട് തീറ്റയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കുള്ള ചൂണ്ടയാണ് കേട്ടോ. അവർ കൊണ്ടുവന്ന ചൂണ്ടയാണ്. നമ്മുടെ ചൂണ്ട അനക്കിയിട്ടില്ല, അവരുടെ ചൂണ്ടയാണത്. നമ്മളിടാൻ പോവുകയാണ്. അതൊക്കെയാലും നമ്മുടെ കപ്പയൊക്കെ പൊളിച്ച് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ചേട്ടാ, ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം കേട്ടോ ഒഴിച്ചത്. തെറ്റിദ്ധരിക്കരുത്. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അത്ര നിറച്ച വെള്ളം ഒഴിക്കണോടി? കുറച്ച് വെച്ചാൽ പോരെ? ഉപ്പിടണോ? പഴയ തീറ്റയിൽ വലിയ അടിയൊന്നുമില്ല. അതുകൊണ്ട് ആശാൻ പുതിയ തീറ്റ ഉണ്ടാക്കിയെടുത്ത് വേണം.
ചെറുതാണ്, ഇച്ചിരി വലിപ്പം കുറവാണ്. എന്തായാലും കരിമീൻ കിട്ടിയിട്ടുണ്ട്. ആശാനാണല്ലോ രണ്ടെണ്ണം പിടിച്ചിട്ട് വെള്ളത്തിലേക്ക് വിട്ടെ, അവനെങ്കിൽ തിരിച്ചു പിടിച്ചേ. അതിനുള്ള സംവിധാനത്തിനാണ് വിട്ടേക്കണേ. ഇവിടുത്തെ വെയിലാചാരാട്ടോ. വെയിലാചാരത്ത് വെച്ച് കഴിഞ്ഞാൽ സൈലൻറ്റ് വാരാണ്. പക്ഷെ മീനടിച്ച് കഴിഞ്ഞ ദിവസം 1 കിലോ അടുത്തുള്ളൊരു കരിമീനെയാണ് പുള്ളി പൊക്കിയത് ഇവിടുന്ന്. അങ്ങനെ ആശാനും അടിച്ചിരിക്കുകയാണ്. എന്നാ സാധനം നോക്കട്ടെ, കണ്ടിട്ടില്ല. ചെറിയ ചൂണ്ടക്കുളത്തും ചെറിയ നൂലും ആയതുകൊണ്ട് വളരെ സേഫ്റ്റി ആയിട്ട് വേണം കേട്ടോ അവനെ. വളരെ പതുക്കെ അവനെ അണപ്പിച്ച് വേണം സംഭവം കരയ്ക്ക് കയറ്റാനായിട്ട്. വഴുത ഒരു പൊടി കുളത്തേല് കിട്ടിയ സംഭവം കേട്ടോ, പൊടി കുളത്ത്. നൂലിന്റെ വലിപ്പം എന്തേ ഈ കാണുന്നുള്ളൂ. ചൂണ്ടക്കുളത്താണെങ്കിൽ ഒരു ഈ കാണണോ, ഇതാട്ടോ ഒരു ചൂണ്ടക്കുളത്ത്. അത് നമ്മൾ ഇത്ര അടുത്ത് വെച്ചേക്കണോണ്ട് അത്ര വലുതായിട്ട് തോന്നണേ. 1/2 കിലോ അടുത്തുണ്ട് അല്ലേ? 1/2 കിലോ ഉണ്ടോ അത്? അപ്പൊ മീൻ പെട്ടെന്ന് പരിപാടി എന്നെ ഏൽപ്പിച്ചേക്കോ കേട്ടോ. നമുക്ക് വലിയ കാര്യമായിട്ട് അറിയത്തില്ല. ചെതുമ്പല് മാത്രം കളഞ്ഞാൽ മതി, ബാക്കി ഞാൻ കട്ട് ചെയ്തോളാം. അത്രയുണ്ട് കേട്ടോ വേണമെങ്കിൽ. ചെതുമ്പലും ഉണ്ട് അല്ലേ? ഇങ്ങനെയൊക്കെ ചൂണ്ടയിട്ട് ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ കൂട്ടുകാരായിട്ട് പോയി ഇതേപോലെ ഒരു വീഡിയോ ഒക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വൈബ് തന്നെ കേട്ടോ. പിന്നെ വേറെ രസമുണ്ട്, മീൻ കിട്ടണം. ഇപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വന്നിട്ട് മീൻ പിടിച്ചില്ല, അവർ രണ്ടുപേരുമാണ് മീൻ പിടിച്ചത്. ഞാനും ചിലപ്പോൾ ഞങ്ങൾ 3 പേരുണ്ടെങ്കിൽ ചിലപ്പോൾ മീൻ കിട്ടാൻ സാധ്യതയില്ല. കാരണം ഞാൻ ചൂണ്ടിടാൻ വന്നു കഴിഞ്ഞാൽ ചത്തി കിടക്കുന്ന മീൻ വരെ എണീറ്റ് ഓടാറാ പതിവ്. നീ നിന്റെ മോനും വന്നു കഴിഞ്ഞാൽ വരച്ചല്ലേടി, എനിക്ക് എന്നെ വരച്ചല്ലേ. എന്തോ ആക്കി പറയുന്ന പോലെ ഒന്നുമില്ല. വാവ്, നമ്മുടെ പാൻ്റെ പുറത്തായിട്ട് നല്ല മുഴുത്ത മീനാണ് കിട്ടിയില്ല. കരിമീനും അതുപോലെ സംഭവം കാര്യങ്ങളൊക്കെ ഊരിൽ പയറിലൊന്നും നമ്മൾ എടുത്തില്ല, അതിനുള്ള സമയം കിട്ടിയില്ല. അത് അടുത്ത ദിവസത്തെ വീഡിയോയിൽ ആക്കിയേക്കുവാണ്. അടുത്ത ദിവസം വീഡിയോ ഈ മീൻ ചെയ്യണല്ല കേട്ടോ, ഇത് നമ്മൾ ചുരുട്ട. ഓ ചുണ്ടാക്കാൻ കൊടുക്കാം, ബാ കപ്പയും ഇതും സെറ്റപ്പ് ആക്കാം. എന്താ സെറ്റപ്പ്, സംഭവം അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഒരുപാട് പൈസയൊക്കെ മുടക്കി കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി കുട്ട കളിക്കണേക്കാളൊക്കെ എന്താ അടിപൊളിയാണെന്നറിയാത്. കാരണം ഇതിലേറ്റവും വലിയ പണിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരത്തി ഈ പുഴമീൻ കഴിക്കില്ല. പുഴമീൻ നല്ല ഇതുപോലെ മീനൊന്നും കഴിക്കില്ല, കാര്യം എല്ലാം അടിപൊളിയൊക്കെ ഉണ്ടാക്കി തന്നു. എന്തായാലും എല്ലാവരും ഒന്ന് ഇതുപോലെ ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ കൂട്ടുകാരായിട്ട് ഇതുപോലെ പുഴയിലും ഒന്ന് ചൂണ്ടിയിട്ട് അവിടെ നിന്ന് തന്നെ ഈ സംഭവങ്ങൾ നമ്മൾ കഴിച്ചു നോക്കുക. ഭയങ്കര ഒരു വൈബ് തന്നെയാണ്. അപ്പോൾ നമ്മളിത് എല്ലാം റെഡിയായി എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് അവരുടെ തന്നെ ചോദിച്ചു നോക്കാം. പ്രമോദേട്ടൻ, സഞ്ജു, ജിതിൻ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം ആയതുകൊണ്ട് ഞാൻ ഇതിനു മുമ്പ് ഒന്ന് ചൂണ്ടിടാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ അവരുണ്ടായിരുന്നു, അങ്ങനെ പരിചയപ്പെട്ടാണ്. ഇതിനെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. അപ്പോൾ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു എന്താ പറഞ്ഞാൽ മനസ്സിനാണെങ്കിൽ ഒരു ഫുഡ് കഴിക്കലും അതുപോലെ ചൂണ്ടയിടലും വെറൈറ്റി ഒരു സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.